ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF-നായി പ്രചാരണം ആരംഭിച്ചിരിക്കുകയാണ് ഉമ്മൻചാണ്ടിയുടെ കുടുംബം. ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് പോകുന്നത്. ടോബി ജോൺസൺ കോട്ടയത്തു നിന്ന് വിവരങ്ങൾ നൽകും. പുതുപ്പള്ളിയിൽ നിന്നാണ് ടോബി ചേരുന്നത്. ടോബി, എന്തൊക്കെയാണ് നൽകാൻ കഴിയുന്നത്? ഇന്നലെ ആ കുടുംബം വാർത്താ സമ്മേളനം നടത്തി എല്ലാ മണ്ഡലങ്ങളിലും, പരമാവധി എല്ലാ മണ്ഡലങ്ങളിലും UDF സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചാരണത്തിനെത്തും, ആ കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പവുമില്ല എന്ന് വിശദീകരിച്ചിരുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. എന്തൊക്കെയാണ് വിവരങ്ങൾ ടോബി? വിജയകുമാർ, തീർച്ചയായിട്ടും വലിയൊരു അഭ്യൂഹങ്ങൾ, അതായത് ഉമ്മൻചാണ്ടിയുടെ മക്കളും BJP-യിലേക്ക് പോകുമെന്നുള്ള ചില പ്രചരണങ്ങളൊക്കെ വ്യാപകമായി സോഷ്യൽ മീഡിയയിലൊക്കെ നടന്നിരുന്നു. അതിനെതിരെ കൃത്യമായിട്ട് ഇന്നലെ തന്നെ അവരതിനെ പ്രതിരോധിക്കുകയും അതിന് മറുപടി നൽകുകയും ചെയ്തു. അതിനുശേഷമാണ് ഇപ്പോൾ പ്രചരണ രംഗത്തേക്ക് കൂടി സജീവമായി ഇറങ്ങാൻ കുടുംബം തീരുമാനിച്ചിരിക്കുന്നത്. അതിനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം, നമുക്കറിയാവുന്നതുപോലെ മുൻകാലങ്ങളിൽ UDF-ന്റെ പ്രചാരണങ്ങൾക്ക് ചുക്കാൻ പിടിച്ചിരുന്നത്, അല്ലെങ്കിൽ എല്ലാ മണ്ഡലങ്ങളിലും ഓടിയെത്തിയിരുന്നത് ഉമ്മൻചാണ്ടി തന്നെയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഒരു അസാന്നിധ്യം ഉണ്ടാകാതിരിക്കാൻ കുടുംബം എന്ന നിലയ്ക്ക് തങ്ങൾ ഈ സ്ഥാനാർത്ഥികൾക്കൊപ്പം UDF-നൊപ്പം ഉണ്ടാകണം എന്നുള്ള ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ എല്ലാവരും, കുടുംബാംഗങ്ങൾ ഒന്നടങ്കം, ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ ഭാര്യ അടക്കം ഇപ്പോൾ ഈ കല്ലറയിൽ എത്തിയിട്ടുണ്ട്. അവിടെ എത്തി പ്രചാരണ പരിപാടികളിലേക്ക് കടക്കുന്നത്. അതിന്റെ ആദ്യഘട്ടം എന്നോണം UDF സ്ഥാനാർത്ഥിക്ക്, കോട്ടയത്തെ UDF സ്ഥാനാർത്ഥിക്ക് കെട്ടിവെക്കാനുള്ള തുക ഫ്രാൻസിസ് ജോർജിന് കൈമാറിക്കൊണ്ടാണ് ആ പ്രചാരണത്തിൽ ഭാഗമാകുന്നത് കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ഒരുമിച്ച് ഈ പ്രചാരണ പരിപാടികൾ ഇനി വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നുള്ള ഒരു കാര്യം കൂടി അവർ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഫ്രാൻസിസ് ജോർജ് ഇപ്പോൾ ഒപ്പമുണ്ട്. ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ തീ കത്തിക്കുകയാണ്. അതിനുശേഷം കെട്ടിവെക്കാനുള്ള തുക കൈമാറും. അതിനുശേഷം മക്കളും അതുപോലെ തന്നെ ചാണ്ടിയുമ്മനും ഒക്കെ വിവിധ കൺവെൻഷനുകളിലടക്കം പങ്കെടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്ന് വൈകുന്നേരം അവർക്ക് പരിപാടികളുണ്ട്. കൂരപ്പടയിൽ നടക്കുന്ന ഒരു പരിപാടിയിൽ ചാണ്ടിയുമ്മനും അതുപോലെ തന്നെ മറ്റ് കുടുംബാംഗങ്ങളും എല്ലാം തന്നെ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ പ്രചരണ രംഗത്ത് ഉമ്മൻചാണ്ടി ഇല്ലെങ്കിലും തങ്ങളുണ്ട്, കോൺഗ്രസിനൊപ്പം UDF-നൊപ്പം ഉണ്ട് എന്ന് വിളിച്ചു പറയുന്ന തരത്തിൽ എല്ലാ സജീവമായി തന്നെ ഈ പ്രചരണ രംഗത്ത് ഉണ്ടാകുമെന്നുള്ളൊരു ഉറപ്പാണ് ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ കുടുംബം നൽകുന്നത്. എന്തായാലും രാവിലെ ഇപ്പോൾ പുതുപ്പള്ളി പള്ളിയിൽ പ്രാർത്ഥിച്ചു. അതിനുശേഷമാണ് ഇപ്പോൾ കല്ലറയിലേക്ക് എത്തിയിരിക്കുന്നത്. കല്ലറയിലെത്തി മെഴുകുതിരികൾ കത്തിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ടോബി, വിവിധ മണ്ഡലങ്ങളിൽ ഇപ്പോൾ കോട്ടയത്ത് മാത്രമല്ല മറ്റ് പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലൊക്കെ വോട്ട് ചോദിച്ച് എല്ലാവരും എത്തും എന്നാണ് നമ്മൾ കരുതേണ്ടത്. അതായത് പ്രചാരണ രംഗത്ത് സജീവമാകും അടുത്ത ദിവസങ്ങളിൽ. അക്കാര്യത്തിൽ ഉയർന്ന ആശയക്കുഴപ്പങ്ങളൊക്കെ ഒഴിവാക്കും, സജീവമായി പ്രചാരണ രംഗത്തുണ്ടാകും. അതാണ് കുടുംബം ഇന്നലെ അറിയിച്ചത്. ആ തരത്തിൽ കോൺഗ്രസ് നേതൃത്വം അവരുടെ പ്രചാരണ പരിപാടികളൊക്കെ ഇനി തീരുമാനിക്കും, അല്ലേ? തീർച്ചയായിട്ടും എല്ലാ മണ്ഡലങ്ങളിലും, പ്രത്യേകിച്ചും പത്തനംതിട്ട അടക്കമുള്ള മണ്ഡലങ്ങളിലേക്ക് അവർ എത്തുമെന്നുള്ള കാര്യം തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ പ്രതികരണം അവരുടെ ഉണ്ടാകും. ഈ ഒരു കോട്ടയം മണ്ഡലത്തിൽ മാത്രമല്ല, ഉമ്മൻചാണ്ടി പ്രവർത്തിച്ചിരുന്നത് പോലെ തന്നെ എല്ലാ സ്ഥാനാർത്ഥികളുടെയും മണ്ഡലങ്ങളിലേക്ക് കഴിയുന്നത്ര ഓടിയെത്താൻ ഒരു ശ്രമം ഉണ്ടാകുമെന്ന് തന്നെയാണ് ചാണ്ടിയുമ്മൻ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ കണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഉമ്മൻചാണ്ടി ഒപ്പം ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിനൊപ്പം നിന്ന സ്ഥാനാർത്ഥികൾ, ഇത്തവണയും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ, അവർ കല്ലറയിലേക്ക് ഓരോ ദിവസവും എത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. നിരവധി പേർ ഇവിടേക്ക് എത്തി. ഷഫീഖ് പറമ്പിൽ, അതുപോലെ തന്നെ രാജ്മോഹൻ ഉണ്ണിത്താൻ ഏറ്റവും അവസാനം എത്തിയ അദ്ദേഹമാണ്. അങ്ങനെ നിരവധി സ്ഥാനാർത്ഥികൾ ഈ കല്ലറയിലേക്ക്, അത് പ്രതിപക്ഷത്തുള്ള NDA സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളി വരെ ഇവിടെ എത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇത്തരത്തിൽ ജനകീയത ഇപ്പോഴും നഷ്ടപ്പെടാതെ ഉമ്മൻചാണ്ടി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കുടുംബത്തിനെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ, പ്രത്യേകിച്ചും BJP-യിലേക്ക് പോകുമെന്നുള്ള ഒരു ആരോപണമൊക്കെ ശക്തമായിട്ട് ഉയർന്നു വന്നത്. അതിനൊരു കൃത്യമായ മറുപടി അവർ നൽകി. അതോടൊപ്പം തന്നെ പ്രചരണ രംഗത്ത് അടിയുറച്ച് നിൽക്കാനും കൂടി തീരുമാനിക്കുന്നതിലൂടെ ശരി ടോബി, എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്, UDF-നായി പ്രചാരണത്തിന് ഇറങ്ങുകയാണ് ഉമ്മൻചാണ്ടിയുടെ കുടുംബം. പുതുപ്പള്ളിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ടോബി ജോൺസൺ ആണ് വിവരങ്ങൾ നൽകിയത്.